ഹായ് ഫ്രണ്ട്സ്, മലയാളം മീഡിയയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും കൂടാതെ ഒരു സീരീസിൻ്റെ അപ്ഡേറ്റുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെ നോക്കാം. അതിലത്തെ ഒന്നാം സിനിമയാണ് നമ്മുടെ ബിജു മേനോൻ ആസിഫ് അലി കോമ്പോയിൽ ഒരുങ്ങി ഒരു ഹെവി റെസ്പോൺസ് ലഭിച്ച സിനിമ തന്നെയായിരുന്നു തലവൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയുടെ OTT നേരത്തെ തന്നെ സോണി ലീവ് സ്വന്തമാക്കിയിരിക്കുന്നു. സോണി ലീവ് OTT അവകാശം വാങ്ങിച്ച സിനിമ സെപ്റ്റംബർ മാസം 9 കൂടി സോണി ലീവ് വഴി OTT റിലീസ് ചെയ്യപ്പെടുന്ന ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. മലയാള ഭാഷ കൂടാതെ വിവിധ ഭാഷകളിലായിരിക്കും സിനിമ സോണി ലീവ് വഴി OTT റിലീസ് ചെയ്യപ്പെടുക. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി. ഓക്കെ, അടുത്ത സിനിമ നമ്മുടെ മീന മനോജ് ജയൻ കോമ്പോയിൽ ഒരുങ്ങി ഒരു ഡ്രാമ ത്രില്ലർ മാത്രമുള്ള സിനിമയായിരുന്നു. ആനന്ദപുരം ഡയറീസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മനോരമാക്സ് ആയിരുന്നു സിനിമയുടെ OTT സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ മനോരമാക്സിൻ്റെ ഭാഗത്ത് നേരത്തെ തന്നെ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ഈ സിനിമ ഓഗസ്റ്റ് മാസം, അതായത് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 20 കൂടി മനോരമാക്സ് വഴി OTT റിലീസ് ചെയ്യപ്പെടുന്ന ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്ന സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ എത്ര പേരാണ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി പ്രധാനം ശ്രമിക്കാം. ഓക്കെ, അടുത്തൊരു സിനിമ ഒരു സീരീസാണ്. നമ്മുടെ കമൽഹാസൻ, ലാലേട്ടൻ, മമ്മൂക്ക എന്നിങ്ങനെ വൻ താരനിരകൾ വന്നിരിക്കുന്ന ഒരു ആന്തോളജി സീരീസാണ്. MT വാസുദേവനാണ് സീരീസ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മനോരഥങ്ങൾ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ സീരീസ് C5 വഴിയാണ് സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഈ വരുന്ന ഓഗസ്റ്റ് മാസം 15 ഓഗസ്റ്റ് 15 C5 വഴി സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഒരു ആന്തോളജി സീരീസാണ്. അപ്പോൾ എത്ര പേരാണ് സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി ഏർപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തൊരു സിനിമ നോക്കാം. അടുത്തത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സിനിമയാണ്. നമ്മുടെ പ്രഭാസ്, ദീപിക പദുക്കോൺ, അമിതാഭ് ബച്ചൻ എന്നിങ്ങനെ വൻ താരനിരകൾ ഒന്നിച്ച് ഒരു ബ്രഹ്മാണ്ഡ സിനിമ തന്നെയായിരുന്നു കൽക്കി AD 2898 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഈ വരുന്ന ഓഗസ്റ്റ് മാസം 23 ആമസോൺ പ്രൈം വഴി സർപ്രൈസ് റിലീസ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഹിന്ദി ഭാഷ നെറ്റ്ഫ്ലിക്സിലായിരിക്കും റിലീസ് ചെയ്യപ്പെടുക. അത് സെപ്റ്റംബർ മാസത്തിലായിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എത്ര പേരാണ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി എടുത്താൽ ശ്രമിക്കുക. ഓക്കെ, അടുത്തൊരു മലയാള സിനിമയാണ് നമ്മുടെ ആസിഫ് അലി അമലപ്പോൾ താരജോഡിയിൽ ഒരുങ്ങി ഒരു ഡ്രാമ ത്രില്ലർ മാത്രമുള്ള സിനിമയായിരുന്നു ലെവൽ ക്രോസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ട അഭിപ്രായം ലഭിച്ച സിനിമ തന്നെയായിരുന്നു. ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈമാണെന്നാണ് ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ അങ്ങനെയെങ്കിൽ ഈ സിനിമ ആഗസ്റ്റ് മാസം 25 കൂടിയായിരിക്കും സിനിമ ആമസോൺ പ്രൈം വഴി സ്ട്രീമിംഗ് ചെയ്യുക എന്നുള്ള അപ്ഡേറ്റും പുറത്തു വരുന്നുണ്ട്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ എത്ര പേരാണ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി നമ്മൾ ശ്രമിക്കുക. ഓക്കെ, അടുത്ത സിനിമ കുഞ്ചാക്കോവൻ, സുരജ് വെഞ്ഞാറമൂട് കൂട്ടുകെട്ടിലൊരുങ്ങി ഒരു കോമഡി ഡ്രാമ ബാത്തിലുള്ള സിനിമയായിരുന്നു ഗർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തിയേറ്ററിൽ വൻ പരാജയപ്പെട്ടു പോയ സിനിമ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അവരുടെ ഭാഗത്ത് കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തിറക്കുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ഈ സിനിമ ഈ വരുന്ന ഓഗസ്റ്റ് മാസം 17 18 ഈ 2 ഡേറ്റിൽ ഏതെങ്കിലും ഒരു ഡേറ്റിൽ ഈ സിനിമ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യപ്പെടുന്ന ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിനായിട്ട്. ഓക്കെ, അപ്പോൾ എത്ര പേരാണ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി നടത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ ഈ ഇഷ്ടപ്പെട്ട ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് മാസം 6 ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളുടെ അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതുപോലുള്ള OTT അപ്ഡേറ്റും അതുപോലെ തന്നെ റിവ്യൂസും കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നെടുത്ത് ബെല്ലൈക്കൺ ചെയ്ത് വയ്ക്കാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു പുതിയ കിട്ടുന്ന വീഡിയോ കാണുന്നവരേക്കും ബൈ.